2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിൽ അല്ലെങ്കിൽ കോട്ടയം ലോക്സഭാ മണ്ഡല പരിധിയിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ LDFന് ഭൂരിപക്ഷം ലഭിച്ച ഒരേ ഒരു മണ്ഡലം കൂടിയാണ് ഈ വൈക്കം. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിലും വലിയൊരു അട്ടിമറിക്ക് സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വൈക്കത്തിൻ്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യവും സമീപകാല തെരഞ്ഞെടുപ്പിലെ മുന്നണികളുടെ പ്രകടനവും വെച്ച് നാം പരിശോധിക്കുമ്പോൾ ഇപ്പം കോട്ടയത്തെ മറ്റ് 8 മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം വൈക്കം മണ്ഡലത്തിനുണ്ട്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും ഈ കഴിഞ്ഞ വർഷം നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായാലും ഒക്കെ തന്നെ കൃത്യമായി അവിടെ ഒരു LDFന് വലിയ പരിക്കില്ലാത്ത ഒരു മണ്ഡലമായി അത് നിൽക്കുന്നുണ്ട്. ഇത്തവണ എനിക്ക് ഏറ്റവും കൗതുകകരമായി തോന്നിയത് ഒരു ശ്രദ്ധേയമായ നീക്കം അവിടെ UDF നടത്താനിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുന്ന കാര്യം സണ്ണി എം കബിക്കാടിനെ UDFൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ നല്ലൊരു മത്സരം തീർച്ചയായും വൈക്കം മണ്ഡലത്തിൽ ഉണ്ടാകും. സണ്ണി എം കബിക്കാടിന് വൈക്കം മണ്ഡലത്തിൽ മാത്രമല്ല, സണ്ണി എം കബിക്കാട് വൈക്കം മണ്ഡലത്തിൽ UDFൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ കോട്ടയം ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിലും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് തീർച്ചയായും ഉണ്ടാകും. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സണ്ണി എം കബിക്കാടിൻ്റെ പേര് അവിടെ വൈക്കത്തുള്ള കോൺഗ്രസിലെ തന്നെ സ്ഥാനാർത്ഥി മോഹികൾക്ക് അത്രത്തോളം ദഹിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് അവിടെ ഫീൽഡിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതെങ്ങനെ കോൺഗ്രസ് പരിഹരിക്കും, സണ്ണി ആണെങ്കിൽ എങ്ങനെ കോൺഗ്രസ് അല്ലെങ്കിൽ UDF നേതൃത്വം ആ വിഷയം എങ്ങനെ പരിഹരിക്കും എന്നതിനെ കൂടി ആശ്രയിച്ചിരിക്കും ഈ 2024 തെരഞ്ഞെടുപ്പിൽ വൈക്കം മണ്ഡലത്തിലെ ജനവിധി. ഞാനിപ്പോൾ നിലവിലുള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലവും കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളിലെ പ്രകടനവും തൊട്ട് പിന്നോട്ട് പോകുമ്പോൾ 2021 96 തന്നെയുള്ള ഒരു രാഷ്ട്രീയ ചിത്രവുമൊക്കെ മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. LDFന് താരതമ്യേന കോട്ടയം ജില്ലയിൽ ഏറ്റവും ഭീഷണി കുറഞ്ഞ ഒരുപക്ഷെ സേഫാണ് എന്ന് കരുതുന്ന ഒരു മണ്ഡലമാണ് വൈക്കം. അത് മറിയണമെങ്കിൽ നേരത്തെ 91 തന്നെ മാറിയതുപോലെ ആ മണ്ഡലത്തിൻ്റെ ജനവിധി UDFന് അനുകൂലമാകണമെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അതിശക്തമായ ഒരു UDF തരംഗം ഉണ്ടാവണം. ഒരു 100 നേരത്തെ VD സതീശൻ സൂചിപ്പിച്ചതുപോലെ 100-110 സീറ്റിലേക്കൊക്കെ UDF വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ വൈക്കത്ത് UDFന് അനുകൂലമായ ഒരു ജനവിധി ഉണ്ടാകൂ എന്നാണ് ഞാൻ കരുതുന്നത്.